ഇനിയും ഒരുപാട് വർഷങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കാനും ഒരുപാട് വഴികളിലൂടെ ഒരുമിച്ച് നടക്കാനും ഇഷ്ടഭക്ഷണം പങ്കുവെക്കാനും ഭാഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. പിന്നെ പ്രണയമുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരു ആഘോഷം തന്നെയാണ്. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഞങ്ങളുടെ 7ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. പോരാത്തതിന് അച്ചുകുട്ടൻ്റെ ഒപ്പം ഒരാൾ കൂടെ ഞങ്ങളുടെ കൂടെ കൂടിയിട്ടോ, നമ്മുടെ കുഞ്ഞിപ്പെണ്ണ്. അങ്ങനെ ഞങ്ങളുടെ ഈ ആനിവേഴ്സറിക്ക് മാറ്റുകൂട്ടാൻ ഞങ്ങളിപ്പോൾ 4 പേരാണ് കേട്ടോ. ജീവിതം എന്ന് പറയുന്ന ഒരു യാത്രയാണല്ലോ. അപ്പോൾ ഈ പ്രാവശ്യം ജീവിത തിരക്കിനിടയിൽ വഴിയോര കാഴ്ചകളൊക്കെ കണ്ട് മക്കളെയും കൂട്ടി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ. അപ്പോൾ സ്റ്റേഡിയത്തിന് ഇതുവഴിയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. പല കാര്യങ്ങളൊക്കെ കണ്ട്, എന്താ പറയുക, ജീവിതങ്ങളല്ലേ, പലരുടെ ജീവിതങ്ങൾ, കാഴ്ചകൾ ഒക്കെ കണ്ട് മക്കളെയും കൊണ്ടൊന്ന് ചുറ്റി നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ കുറേ നടന്നു കേട്ടോ. കുറേ ഓർമ്മകൾ, കുറേ വർത്തമാനങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ മലയാള റെസ്റ്റോറൻറ്റിലെത്തി കേട്ടോ. ഒരു സാധാരണ ദിവസത്തെ ഒരു അസാധാരണമാക്കിക്കൊണ്ടാണ് ഞങ്ങൾ മക്കളുമൊത്തുള്ള ആ ഒരു ഇഷ്ടഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയത് കേട്ടോ. പിന്നെ വർഷങ്ങൾ എത്ര കടന്നു പോയാലും ആ ഒരു ദിവസത്തെ കല്യാണ ദിവസം നമ്മുടെ മനസ്സിൽ എന്നും ഒരു ഓർമ്മയായിരിക്കും. അത് മായാതെ ഒരു പച്ചയായി ഇങ്ങനെ നിൽക്കൂല്ലേ. അത് ആർക്കും മറക്കാൻ പറ്റില്ല. ഒരു ബിഗ് ഡേ അല്ലേ നമ്മുടെ. വർഷങ്ങൾ എത്ര കടന്നു പോയാലും ഓരോ ഓർമ്മകൾ, ഓരോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതയാത്രയ്ക്ക് ഓരോ മധുരങ്ങൾ ഏകിയിട്ടുണ്ടാവും. പിന്നെ ഓരോ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മളത് ആഘോഷിച്ചത്, അതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലുകളാണല്ലേ ഓരോ ആനിവേഴ്സറി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ മക്കളുമൊത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരുന്നു. പിന്നെ ഫുഡ് ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസും നൂഡിൽസും ചില്ലി ചിക്കനൊക്കെയാണ്. അവിടുത്തെ നൂഡിൽസിന് കുറച്ച് സ്പൈസി ഉണ്ട് കേട്ടോ. അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ സ്പൈസിയും കൂടെ കഴിക്കും, നല്ല ടേസ്റ്റാണ്. പിന്നെ കുഞ്ഞിപ്പെണ്ണിന് കഴിക്കാൻ പറ്റത്തില്ല, ഞങ്ങളെല്ലാം കഴിക്കുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്, ഇതെന്താ സംഭവം, ഇവരെന്താ ഈ കഴിക്കുന്നതിന്. പിന്നെ കുഞ്ഞിപ്പെണ്ണ് സ്പൈസി ആയതുകൊണ്ട് അങ്ങനെ കൊടുക്കാനും പറ്റില്ല. പിന്നെ എടുത്തിങ്ങനെ ചെറുതായിട്ടിങ്ങനെ വെച്ച് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, പക്ഷേ എരിച്ച് പോയെങ്കിലോ എന്നുള്ളൊരു, എരിവ് തട്ടിയെങ്കിൽ എന്ത് ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ അവിടെ സന്തോഷപൂർവ്വം ഇരിക്കുകയാണ്. ഈ ചേട്ടന് ഓഫീസിൽ നിന്ന് എത്താൻ കുറേ ലേറ്റായിട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനും കുറച്ച് ലേറ്റായത്. കുറേ നടന്നല്ലോ, കുറേ നടന്നൊക്കെ വന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെയൊക്കെ വന്നിട്ടാണ് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ എത്തിയത്. അപ്പോൾ തന്നെ അവിടെ കുറേ ലേറ്റായി. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ വളരെ കുറവായിരുന്നു. ഞാൻ എവിടെ പോയാലും നല്ല തിരക്കായിരിക്കും. ഇതൊക്കെ കുറച്ചൊക്കെ തിരക്ക് കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് സമാധാനപരമായി നമുക്ക് എൻജോയ് ചെയ്ത് തമാശകൾ പറഞ്ഞ് നമുക്ക് സമാധാനം, കാരണം കുറച്ച് ആൾക്കാർ നമ്മൾ മാത്രമേ ഉള്ളൂ, ഒരു സമാധാനം, ഒരു നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. എൻജോയ് ചെയ്ത് ഞങ്ങൾ ഫുഡ് കഴിച്ചു. ആരുടെയും എന്താ പറയുക, ഒരുപാട് ആളില്ലാത്തതുകൊണ്ട് നമുക്ക് തന്നെ മനസ്സമാധാനത്തോടെ ഫുഡ് കഴിക്കാനായിട്ട് പറ്റി. കുഞ്ഞിപ്പെണ്ണിന് എന്തായാലും ഭയങ്കര സന്തോഷമായി. കുഞ്ഞിപ്പെണ്ണ് അത് ഇതെല്ലാം നോക്കി ഭയങ്കര ഹാപ്പിയായിട്ട് അവിടെ വന്ന് ഓരോരുത്തരൊക്കെ വർത്തമാനം പറയുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് അതെല്ലാം നോക്കി എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കാണുന്നതില്ലേ, ഈ ഫേസസ് കാനഡ കാജൽ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫേസസ് കാനഡയുടെ കാജലും ആ ലിപ്സ്റ്റിക്കുമാണ്. അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാനിത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് കേട്ടോ ഞാൻ ഫേസസ് കാനഡ കാജൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 24 hours നിൽക്കുമെന്ന് പറഞ്ഞാൽ 24 hours നിന്നില്ലെങ്കിലും ഒരു കുറേ 7-8 മണിക്കൂറെങ്കിലും നിൽക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് എനിക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ട് തോന്നി. പിന്നെ ഐലൈനർ എഴുതുന്നതാണേ. പിന്നെന്താ, പിന്നെ ലിഫ്റ്റിക്കും കുഴപ്പമില്ല കേട്ടോ. ലിഫ്റ്റിക്ക് എനിക്ക് ഫേസസ് കാനഡയുടെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതും എനിക്ക് ഭയങ്കര കംഫർട്ടാണ്. കുറേയേറെ ടൈം കിട്ടുന്നുണ്ട് നമുക്ക്. ഫുഡ് കഴിച്ചാലോ അല്ലെങ്കിൽ ഒന്നും അങ്ങനെ പോകുന്നൊന്നുമില്ല. നന്നായിട്ട് അത് യൂസ്ഫുൾ ആവുന്നുണ്ട്. ഞാൻ ഇത് രണ്ടുമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഫേസസ് കാനഡയുടെ എല്ലാ സംഭവങ്ങളും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആ ഒരു കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കഴിച്ച റെസ്റ്റോറൻറ്റ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക്, പക്ഷേ തിരക്ക് വരുന്നുണ്ട് കേട്ടോ, ഇല്ലയെന്നല്ല. ടൈം അനുസരിച്ച് ഇവർക്ക് 11 മണി രാത്രി വരെ എങ്ങാണ്ട് ഉണ്ട് തോന്നുന്നു. അപ്പോൾ അതനുസരിച്ച് ആൾ വരുമായിരിക്കും. ഞങ്ങൾ ഒരു 9:30, 10 വരെ എങ്ങാണ്ട് നമ്മളുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ആൾ വരുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി
പിന്നെ കുറച്ച് പാഴ്സൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുഞ്ഞിപ്പെണ്ണിന് എനിക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കിന് ആ സാധനങ്ങളൊക്കെ കണ്ട് കമ്മലൊക്കെ എനിക്ക് ഭയങ്കര കൊതിയാണ് കേട്ടോ, ഭയങ്കര ക്രേസാണ്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്തതാണിത്. എനിക്ക് ഒരുപാട് ഇഷ്ടം. പിന്നെ അവർ കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് എടുത്തത് കൊണ്ടാണ് ഇത് അത്ര ക്ലാരിറ്റി ഇല്ലാത്തത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, എല്ലാം നല്ല രസമുണ്ട് എല്ലാം. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ കേക്കൊക്കെ വാങ്ങാൻ ഒരുപാട് ലേറ്റായിട്ടോ, ഞാൻ പറഞ്ഞില്ലേ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി, കേക്ക് കട്ടിങ്ങിൻ്റെ പരിപാടിയിലേക്ക് കടന്നു. അങ്ങനെ അച്ചുക്കുട്ടനും ഞാനും അപ്പോഴത്തേക്കിന് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിപ്പോയി. പാവം കുഞ്ഞിപ്പെണ്ണ് ആ ടൈം വന്നു. കുഞ്ഞിപ്പെണ്ണ് കറക്റ്റ് 9 മണി 8:45 9 മണിയാകുമ്പോൾ ഉറങ്ങുന്ന കുഞ്ഞിപ്പെണ്ണ് നേരത്തെ ഉറങ്ങി, ആ സമയമായപ്പോൾ ഉറങ്ങിപ്പോയി കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് അത്രയും സമയം തന്നെ നിന്നത് തന്നെ അത്ഭുതം. വീട്ടിലെത്തി കേക്ക് കട്ടിങ്ങിന് കുഞ്ഞിപ്പെണ്ണ് ഉണ്ടായില്ല. പോട്ടെ, കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ 3 ആളും കൂടെ കേക്ക് കട്ട് ചെയ്തു. പിന്നെ കുഞ്ഞിപ്പെണ്ണിന് അങ്ങനെ കൊടുക്കാനും പറ്റില്ലല്ലോ, ഒരുപാട് മധുരമൊന്നും പിന്നെ ഈ വക സാധനങ്ങളും കൊണ്ട് ഉണ്ടാക്കുന്നൊന്നും കുഞ്ഞിപ്പെണ്ണിന് അങ്ങനെ കൊടുത്തു തുടങ്ങിയിട്ടില്ല. കൊതിക്ക് മാത്രം നമ്മൾ കഴിക്കുമ്പോൾ എന്താണെന്നൊന്നും അറിയാൻ വേണ്ടി നാവിൽ ചെറുതായി ഒന്ന് വെച്ച് കൊടുക്കൽ മാത്രമേ ഉള്ളൂ. അത് ഒരുപാടൊന്നും ഞാൻ കൊടുക്കലൊന്നുമില്ല. അങ്ങനെ അച്ചുക്കുട്ടൻ നമ്മൾ എന്ത് കാര്യങ്ങൾ കേക്ക് കട്ട് ചെയ്താലും ബർത്ത്ഡേ ഡേ ആണെങ്കിലും ആനിവേഴ്സറി ഡേ ആണെങ്കിലും എന്നിട്ട് ഷെയർ ചെയ്തൊക്കെ നമ്മൾ കഴിക്കുള്ളൂ കേട്ടോ. പരസ്പരം വായിൽ വെച്ച് കൊടുത്തിട്ടേ കഴിക്കാറുള്ളൂ. അത് നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു ഐക്യമാണ് കേട്ടോ. നമ്മൾ എന്താണോ ചെയ്ത് ശീലിക്കുന്നത് അത് നമ്മുടെ മക്കൾ കണ്ടാലുമേ നമ്മുടെ കുടുംബത്തിനൊരു അടിസ്ഥാനം, എന്താ പറയുക, ആ ഒരു സ്നേഹബന്ധം നിലനിൽക്കുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചെറിയൊരു വ്ലോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.